Hi guys, again a very good morning. അങ്ങനെ പാങ്ങോങ്ങിലെ സ്റ്റേ ഇന്നലെ നൈറ്റ് ഇവിടെ ഇന്നലെ ലേറ്റായിട്ട് എത്തിയത്. പിന്നെ ഫുഡ് കഴിച്ച് നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഒന്ന് ഉറങ്ങി എണീച്ച് ഫ്രഷപ്പായി ഒന്ന് പുറത്തിറങ്ങിയതാണ്. നല്ല ലാൻഡ്സ്കേപ്പ്. ബാക്കിലുണ്ടാ, അതാണ് പാങ്ങോങ് ലേക്ക്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കുറച്ച് മലകളും കുറച്ച് മഞ്ഞുണ്ട് കേട്ടോ മേലെ. നല്ല വെയിലാണ്. ഞാനിപ്പോൾ സണ്ണിൻ്റെ ഡയറക്റ്റ് ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാ സണ്ണ്. പക്ഷേ നല്ല തണുപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ റൂം കാണിച്ചു തരാം. മേലെ സൺറൂഫൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആയിരുന്നു ഇന്നലെ നമ്മൾ ഇരുന്ന് ആടിയതും പാടിയതൊക്കെ. ക്യാമ്പ് ഫയർ അതാ ആ ടെൻറ്റിൻ്റെ അടിയിലായിരുന്നു ക്യാമ്പ് ഫയർ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഫോറിനേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ രാവിലെയൊക്കെ ഇരുന്ന് സ്ട്രെച്ച് ചെയ്യുന്ന, കുറച്ച് വെയിലൊക്കെ കൊള്ളു നിൽക്കുന്നുണ്ട്. ആ ഒരു ഇതിൻ്റെ അകത്താണ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ മാത്രമേ ചെറിയൊരു സ്പോട്ടിൽ റേഞ്ചുള്ളൂ. ഇതൊക്കെ ഓരോ ടീമുകൾ ഇങ്ങനെ വന്നിട്ട് പാർക്ക് ചെയ്ത് പോയതാണ്. നല്ല സ്ട്രെയിറ്റ് ലൈനിൽ ഹിമാലയൻസ് പാർക്ക് ചെയ്തത്. ഇത് പുതിയ മോഡൽ. ഇത് ഫോറിനേഴ്സ് വന്നത് തോന്നുന്നുണ്ട്. ഇനി ബാക്കിലുള്ളതാണ് നമ്മളുടെ ധൂംസ്. ബൈക്ക് എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ? പാങ്ങോങ്ങില് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രെഡ് കാട്ടിയും നല്ല മുട്ട വറവില്ല, മുട്ട ഉണ്ടല്ലേ എന്നാ സാധനം മറ്റേ ബട്ടറിലിട്ട് സാർ. നല്ല ചായ വേഗം പോയി കഴിക്കട്ടെ. ഞാനെപ്പോഴും ഫുഡ് കഴിക്കാൻ ലാസ്റ്റ് എത്തുക. അടിപൊളി വ്യൂസ് ഇല്ലേ? വാട്ട്സ് ഫോർ ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ്. ജാമ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലീസ് ഓപ്പൺ. ഓംലെറ്റാ, റൈസ്. ചപ്പാത്തി തീർന്നു പോയാ? എന്നാൽ ഇവർ വേറെ ഉണ്ടാക്കി തരും എനിക്ക് വേണ്ടി. ബ്രെഡ് ഉണ്ട്, ബ്രെഡ് വാട്ടിയതുണ്ട്. അത് ഇന്നലത്തെ ബാക്കിയുള്ളതാണ്. പപ്പടം ഇന്നലത്തെ ബാക്കിയുള്ള. എവിടെ നോക്കിയാലും അടിപൊളി വ്യൂസ് കേട്ടോ. കുറച്ച് ഓംലെറ്റ്, ചായ, ബ്രെഡ്, മറ്റേ ജാമ്, പീനട്ട് ബട്ടർ, ബ്രെഡ് വാട്ടിയത്, ചപ്പാത്തി, ആലു ചപ്പാത്തി. ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനിപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇന്ത്യയും ചൈനയും അതിര് പങ്കിടുന്ന 134 കിലോമീറ്റർ നീളമുള്ള തടാകത്തിൻ്റെ അടുത്തു നിന്നാണ്. സായിപ്പന്മാരൊക്കെ റൈഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇതില്ലേ, ഞാൻ കഴിഞ്ഞ ഒരു 4 months വാദിറമ്മിൽ പോയില്ലേ, അവിടെ ഡെസേർട്ട്, ഇവിടെ കുറച്ച് പച്ചപ്പ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ബാക്കി എനിക്ക് ഏകദേശം സെയിം ആയിട്ട് തോന്നി. സ്റ്റേ കാര്യങ്ങൾ, അതേപോലെ ഒരു ആളൊഴിഞ്ഞൊരു ഏരിയ. ഇവരൊക്കെ റെഡിയായി. വിൻ്റർ സീസണിൽ ഈ ലേക്ക് കംപ്ലീറ്റ് ഫ്രീസ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയുടെയും ചൈനയുടെയും മിലിറ്ററീൻ്റെ വെസൽസ്, അതായത് ചെറിയ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ബോട്ടുകളും ഈ തടാകത്തിൻ്റെ പല ഭാഗത്തായിട്ടും കാണാൻ പറ്റും. എങ്ങനെയുണ്ട് ഈ വ്യൂ? എങ്ങനെയുണ്ട്? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇങ്ങനെ വരിക. എല്ലാം ഓക്കെ.
ഇന്നത്തെ ദിവസം റെഡി ഫോർ ടുഡേ. റൈഡിന് വേണ്ടി റെഡിയായി. ഇനി ഈ ലേക്കിലൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ ലേയിലേക്ക് തിരിച്ചു പോകും. പിന്നെ അവിടുന്ന് നാട്ടിലേക്ക് റിട്ടേൺ. ഇതെന്താ പറയുക, ഇത് യാക്കാണ്. യാക്കുകൾ മേയുന്ന തോട്ടത്തിൽ ഇവിടെ നമ്മുടെ മാനു. നമ്മുടെ സ്റ്റാൻഡ് ബാക്ക് സൈഡ് കേട്ടോ. എവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണല്ലോ, ഒന്നും ഒഴിവാക്കാനില്ല. ഇതാണ് യാക്ക്. അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. നമ്മൾ ക്രിസ്മസ് കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു ഇത് കാണുന്നൊരു സാധനമല്ലേ യാക്കുകൾ മേയുന്ന തോട്ടാണിത്. വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന പോത്തുകളുടെ ആ ടൈപ്പ് തന്നെ. വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കും, തണുപ്പിന് വേണ്ടി. പിന്നെ പുല്ല് തിന്നുന്ന ടൈപ്പ് ജീവികളാണ് ഫുള്ള്. എനിക്ക് ഇവിടുന്ന് ഈ ഒരു ചെറിയൊരു പൂവ് കിട്ടി. അങ്ങനെ യാത്രക്കുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ലേക്കിൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മൾ ലേക്കിൻ്റെ അടുത്തെത്തി. ഇതാണ് ഗൈസ് പാങ്ങോങ് ലേക്ക്. പാങ്ങോങ് അല്ല, പാങ്ങോങ് ലേക്ക്. വീഡിയോ ഇതാണ് ഗൈസ് ദി ഗ്രേറ്റ് പാങ്ങോങ് ലേക്ക്. വെള്ളം തൊട്ട് ക്ലിയർ വാട്ടർ ആണല്ലോ. ക്ലിയർ വാട്ടർ കണ്ടല്ലേ, നല്ല ക്ലിയർ പ്യുവർ വാട്ടർ. നൈസ് നൈസ്. സുഹൃത്തുക്കളെ, നിങ്ങളിത് കണ്ടോ? വലിയ റൈഡിന് പോകാൻ വേണ്ടി ഒരുങ്ങല്ലേ, 1-2 പുഷപ്പ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ നോക്കൂ, വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ലേക്കിലേക്ക്. ഇതേപോലത്തെ ഒരുപാട് നല്ല നല്ല ആംബിയൻസ്, നല്ല പക്ഷികളൊക്കെ കാണും കേട്ടോ ഇവിടെ. പാങ്ങോങ്ങിലെ ആ ലേക്കല്ലേ, അതിൻ്റെ ഐക്കോണിക് വ്യൂ സ്പോട്ടാണിത്. സൺലൈറ്റിനനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബൈക്ക് റൈഡിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ആവശ്യത്തിലാണ്. അവസാനത്തെ കലാശക്കൊട്ട് ഒരുപാട് ആഗ്രഹിച്ച് ഇവിടെ എത്തിച്ചേർന്നതല്ലേ. ലേക്കിൻ്റെ അടുത്തോട്ടുള്ള ഈ ബൈക്ക് റൈഡ് അടിപൊളി. ഗൈസ്, നമ്മൾ പാങ്ങോങ്ങിലെ ഒരു നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. ഒരു ഷൂട്ടിംഗ് പോയിന്റ് ആണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് എന്താണ് ഷൂട്ട് ചെയ്തത് എനിക്കറിയില്ല. പറ. 3 Idiots ഷൂട്ട് ചെയ്തെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പിന്നെ വേറെ എന്താ ഷൂട്ട് ചെയ്തത്? ബാഹുബലി KGF ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? കാരണം അതിന് മാത്രം ഉണ്ട് ഇവിടെ. ഹൈവ എന്ത് രസമല്ലേ കാണാൻ. ഇന്നിവിടെ അധികം ആൾക്കാരൊന്നുമില്ല, കാം ടൈം. 3 Idiots മൂവീൻ്റെ ക്ലൈമാക്സ് സീന് ഷൂട്ട് ചെയ്ത് പെടുത്താം. അവസാനം എല്ലാവരും കൂടെ ആമിർ ഖാനെ തേടി വരുന്ന ഒരു സീനില്ല, കരീന കപൂർ ഈ ചേതകിൽ വരും, അവർ വന്നിരിക്കുന്ന സീറ്റ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സിനിമേൻ്റെ റെഫറൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചേതകിൽ ഇരിക്കണമെങ്കിൽ ഒരാൾക്ക് 50 റുപ്യ കൊടുക്കണം.
അങ്ങനെ പാങ്കോങ്ങിലെ ഷൂട്ടിംഗ് പോയിന്റിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇത്രയും നല്ല അടിപൊളി വ്യൂ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഗൈസ് ടയർഡായി, നല്ല തലവേദനയും ശ്വാസതടസ്സവും വരുന്നുണ്ട്. ഞാനിനി ഈ ബാക്ക് വാനിൽ കയറി പോട്ടെ, ബൈക്കിൽ പോകാനാവില്ല. 5 ദിവസമായിട്ട് ഒരേ റൈഡാണ് ബൈക്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊന്ന് തളർന്നു. അപ്പോൾ ഞാൻ ഈ വണ്ടിയിലാണ് പോകുന്നത് വിത്ത് മൈ പൈലറ്റ്. ഒന്ന് ഹായ് പറഞ്ഞു. ഇയാൾ പറയാണ് നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളെല്ലാം ഈ ഒരു ക്രേസി മൈൻഡ് സെറ്റുള്ള ആൾക്കാരെല്ലാം ചെറിയ പിള്ളേരല്ല, കഴപ്പ് പിള്ളേരാണ്. ബാക്കി ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അധികം കപ്പിൾസ്, വലിയ പിന്നെ ഫോറിനേഴ്സൊക്കെയാണ് ഇവിടെ വരില്ല. അതായത് ഏജ്ഡ് ഇങ്ങനെ പേര് പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ നിന്ന് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളങ്ങനല്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒരു സ്പോട്ടിൽ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവരൊരു 10 മിനിറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ 1 മണിക്കൂർ നമ്മൾ എടുക്കും. അങ്ങനത്തെ ഇതിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുകയാണ് ഇവർ. നമ്മളിപ്പോൾ അധികം ഒരു ആവറേജ് ഒരു 23-24 ഏജുള്ള ആൾക്കാരാണ്, ആ ഗ്യാങ്ങാണ് നമ്മൾ. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം ഉണ്ടാവും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ. അതാണ് കാരണം. അല്ലാതെ നമ്മൾ നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യില്ല. നമ്മളൊരു നമ്മളിപ്പോൾ എവിടെ പോയാലും അങ്ങനെയാണ് എന്നുള്ള ആ രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ, എങ്ങനെയാണ് ഈ ഗ്യാങ് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞതാണ്. പാട്ടിട്ടല്ലേ. ഇവിടെ 450 മോഡൽ ഹിമാലയക്ക് ലേയിലൊക്കെ 2.5 ലക്ഷം എന്തോ ഉള്ളൂ. Is there any custom made for this place or the universal model? Like here it's very low oxygen. Yes. So is there any custom made thing? Custom हो सकता है ऐसे ना. I am saying because I have a Himalaya in my home, but the Himalaya in this region I can't get any that kind of performance from here. Okay, it's not pulling the in that much. In your city. Yeah. Yeah, here it is a lack of oxygen, so that's why the Himalayans are not getting performance. Yes. That's as much as in our area. കാരണം ഞാൻ ഓടിക്കുന്നല്ല ഹിമാലയ നാട്ടിൽ നിന്ന്. ഞാനിങ്ങനെ ഒരു കോയിമുട്ട വാങ്ങാൻ വരെ ഹിമാലയ പോലെ भाई Yes. मैं अंडा के लिए for shop में I will go through Himalaya. So there is high low oxygen We area, are, very we are high, in high, high- high altitude and very low oxygen. low oxygen. Yes. That's why. Yeah, I have to research more on that because the Royal Enfield is manufacturing any These cars. cars also Yeah. needs oxygen. Na. In passes they are losing energy Yeah, because lack of oxygen. the engine need more energy. Yes. Bro, there is a landmine in this area. What sir? Landmine. Mine. Yes. What mine? If China get coming, then landmine is like China. Okay. If Okay. China will come, If China comes to attack India, attack Okay. India, Okay. then landmines. there are a mine there. Yes. ലൈൻ മൈൻ എന്ന് പറയുന്നുണ്ട്. എന്താ എനിക്ക് മനസ്സിലായില്ല.
ഓക്കെ. കൈ 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 എന്താണ് ഇതിന്റെ പേര്? തുപ്പാക്കോ? ലേല തുപ്പാക്ക്. ഇത് എന്തൊക്കെ ഉള്ളത്? ഇത് ചിക്കൻ അല്ലേ നീ പറഞ്ഞേ? വേറെ വെജിൻ്റെ വേറെ ഉണ്ട് അല്ലേ? വെജിൻ്റെ വേറെ ഉണ്ട്. It's like a soup. ഓക്കെ ഓക്കെ. നല്ലൊരു അഗ്രസീവ് ആണ് എല്ലാവരും. ഇഞ്ചി കയറി ലുഹൂറിന് അസറിലേക്ക് പിന്തിച്ചതായിരുന്നു. അങ്ങനെ അത് രണ്ടും ഇവിടെ നിന്ന് നിസ്കരിച്ചു. റൈഡ് അടുത്ത ഷെഡ്യൂളിലേക്ക് മാറി. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ബൈക്കിലാണ് പോകുന്നത്. കാരണം ഇനി വലിയൊരു ഹൈപ്പാസ് കയറാനുണ്ട്. അപ്പോൾ ഹിസുസൂലി ഇരുന്ന് കഴിഞ്ഞാൽ തലവേദന എടുക്കും. അതുകൊണ്ട് ഗൈഡിൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ ബൈക്ക് വാങ്ങിയിട്ട് അവനെ മെല്ലെ വണ്ടിയിലിരുത്തി. ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഓരോ ഓഫ് റോഡും അങ്ങനെ ഡിഫറെൻറ്റ് എല്ലാ എക്സ്പീരിയൻസും ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ വീണ് കഴിഞ്ഞാലും പ്രശ്നമില്ല, വീഴില്ല. അതിനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ചെറിയ റോഡുകൾ കാണുമ്പോൾ അങ്ങോട്ടേക്ക് ഇറക്കും. സൽമാനാണ് പോകുന്നത്, കീഞ്ഞ് പോകുന്നുണ്ട്. താഴെ ആ ധാറിട്ട റോഡില്ലേ അവിടേക്ക് എത്തണം. ഹിമാലയൻ ബൈക്കിൻ്റെ എല്ലാ മാക്സിമം എഫിഷ്യൻസി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ കണ്ട നല്ലൊരു പൂവ്, ഇതൊക്കെ ഒരുപാട് പേര് ബാഗിലാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹൈപ്പാസ് കഴിഞ്ഞു. നമ്മളൊരു ഷോപ്പിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ്. ഇവിടെ നല്ല ചൂടുള്ള ചായയും സ്നാക്സൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ടാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇസുസൂലിൽ തന്നെ കയറി പോകണം. ആവില്ല. ഇവന് സുഖം പിടിച്ച് ഇവൻ്റെ ബൈക്ക് ഞാൻ ഓടിച്ചു എത്ര നേരം. സുഖം പിടിച്ചിട്ടില്ലെങ്ങനെ വരിക. ഇവിടെ മാത്രം കുറച്ച് കളർ മാറിയണ്ടോ. ബൈക്ക് ഗൈഡിന് തന്നെ കൊടുത്ത് ഞാൻ ഈ വണ്ടിയിൽ കയറിയിരുന്ന്. പ്രാന്തപ്രദേശങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ് ഗൈസ്. ഒരു പക്ക വില്ലേജ് ഇട്ടാ. നമ്മളിങ്ങനെ പോകുമ്പോൾ സൈഡിലൂടെയൊക്കെ ഒരുപാട് സ്കൂൾ കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്, ചെറിയ ചെറിയ മക്കൾ, അതേപോലെ ഇങ്ങനെ വയസ്സായ ആൾക്കാരും. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ നല്ല ലൈഫ് ലാസ്റ്റിംഗ് ആണ് തോന്നുന്നുണ്ട്. ഒരുപാട് വയസ്സായ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല നല്ല പണികളൊക്കെ എടുക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ 4 ദിവസത്തെ പര്യടനം കഴിഞ്ഞ് തിരിച്ച് ലേയിലെത്തിയിരിക്കുകയാണ്. How was the trip? Very good. Too good.
പറ. ബൈക്ക് റൈസിങ്, ബൈക്ക് റൈഡ് എന്നിട്ട് ബൈക്ക് റേസിംഗ് ആണ്. സൽമാന് കോമഡിയാ. സൽമാനില്ലേ ഇവന് ഫസ്റ്റ് തന്നെ How was the gang? How was the trip? The gang was Tell me crazy, 2 words. bro. The gang was crazy. Crazy.